എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. സിവിൽ ഈസിയിലേക്ക് സ്വാഗതം. വിൻസെൻ്ററിൻ്റെ ഏറ്റവും പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സിവിൽ ഈസി. ഇതിനകം തന്നെ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അറിഞ്ഞു കാണും, പലരും എക്സ്പീരിയൻസ് ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. 2008 വിൻസെൻ്റർ ആരംഭിച്ച് ഇന്ന് സിവിൽ ഈസിയിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരെയും നമ്മുടെ ഡെമോ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് ആമുഖമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിൻസെൻ്റർ ഡയറക്റ്റ് ക്ലാസ്സുകൾ ഒഴിവാക്കിക്കൊണ്ട് പരിപൂർണമായും ഓൺലൈനിലേക്ക് മാറിയത്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെറുതെ അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് PSC പരീക്ഷകൾ കുറച്ചുകൂടെ ടൈറ്റായി വരികയാണ്. കാരണം റാങ്ക് ലിസ്റ്റ് ചെറുതാക്കുകയാണ്. മികച്ച മാർക്ക് നേടിയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടും. സാധാരണ ഒരു കേവലം ട്രഡീഷണൽ ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുമ്പോൾ ഒരു 6 മാസമോ ഒരു വർഷമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒരു സ്കൂളിൽ പോകുന്നത് പോലെ, കോളേജിൽ പോകുന്ന പോലെയുള്ളൊരു ഫീലാണ്. അവിടെ പോകുന്നു, ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. ഒരു ദിവസം രാവിലെ 9 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകൾ എത്രത്തോളം പേർക്ക് അത് ഗ്രഹിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, തുടർച്ചയായിട്ട് ഇരുന്നിട്ട്. എന്നിട്ടോ പലരും നോട്ട് എഴുതുക മാത്രമാണ് ചെയ്യുന്നത്, തിരിച്ചു പോരുക, പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പഠിക്കാൻ എന്ന രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. ഇന്ന് അതല്ല വേണ്ടത്. PSCക്ക് തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കും ശരിക്കും മനസ്സിലാക്കുകയും അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ച് അത് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ സ്ഥാനം എവിടെയാണ്, ഇനി മുന്നോട്ട് പോകാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പോയാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ട്രഡീഷണൽ ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ പരിപൂർണമായ ഒരു ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരുന്നവരാകരുത്, നേരെ തിരിച്ചായിരിക്കണം. വരുന്ന കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. റിവേഴ്സ് പ്രോസസ്സിലാണ് നമ്മളിത് ചെയ്തു വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം അത് വർക്കാവുന്നു, അത് കൃത്യമായ രീതിയിൽ അത് ഏറ്റിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഈ കൊറോണ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കൊടുത്ത ക്ലാസ്സാണോ എന്ന ചിന്തയാണ് ഉണ്ടാവുക. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അതിനേക്കാൾ മുമ്പേ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അല്ല, കാലം മാറിയിരിക്കുന്നു. ഇന്ന് AI കാലഘട്ടമാണ്. ഫലപ്രദമായി AI എങ്ങനെ നമ്മുടെ കണ്ടൻറ്റ് ക്രിയേഷനിൽ ഉപയോഗിക്കാം എന്ന് ഞാൻ ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ആക്യുറസി വർദ്ധിപ്പിക്കാനായിട്ടും ഏറ്റവും ടെക്നോളജി ബെറ്ററായിട്ടുള്ള രീതിയിൽ കണ്ടൻറ്റ് കുട്ടികളിലേക്ക് എത്തിക്കാനും ഇന്ന് AI സഹായത്തോടു കൂടെ കഴിയും എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും AI സപ്പോർട്ടോടു കൂടെ തന്നെയാണ് നമ്മൾ ഈ കോഴ്സ് കണ്ടൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഠിക്കുകയല്ല, നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. മറ്റ് ട്രഡീഷണൽ ക്ലാസ്സുകളിൽ നിന്നും മറ്റ് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും സിവിൽ ഈസിയെ വ്യത്യസ്തമാക്കുന്നത് അതാണ്. അതാദ്യം കുട്ടികൾ അനുഭവിച്ചറിയണം എന്നുള്ള നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു ഡെമോ, നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, പൈസ അടച്ച് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതെന്താണ്, ഇതിലെ ഫീച്ചേഴ്സ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം ജോയിൻ ചെയ്താൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെമോ കോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, എങ്ങനെയാണ് സിവിൽ ഈസിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുക ഈ LMS പ്ലാറ്റ്ഫോമിലൂടെ. നമ്മുടെ ഫീച്ചേഴ്സ് അങ്ങനെയാണ്. നമ്മുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്തത്. ബോറടിക്കാതെ പഠിക്കാനായിട്ട് സാധിക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു ടെക്നോളജിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 30-40 മിനിറ്റാണ് നമ്മുടെ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് ഉണ്ടാവുക. ആ വീഡിയോയിൽ നിന്ന് പഠിക്കേണ്ട പോയിന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒന്നുകിൽ ഒരു ടെക്സ്റ്റ് ലെസൺ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസൺ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം, രണ്ടും ഉണ്ടാവില്ല, അതൊരു ആവർത്തനമായിരിക്കും എന്നുള്ളതാണ്. ടെക്സ്റ്റ് ലെസൻ്റെ ഇംപ്രൂവ്ഡ് ഫോമാണ് സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസൺ. പേരിലല്ല, അത് സ്മാർട്ട് തന്നെയാണ്. അത് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുക. നമ്മൾ പുതുതായിട്ട് ഏർപ്പെടുത്തുന്ന കണ്ടൻറ്റുകൾ മുഴുവൻ സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസനാണ്. മാത്രമല്ല, ആദ്യം തൊട്ടിട്ടുള്ള ടെക്സ്റ്റ് ലെസണുകൾ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിവേഗത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ പൂർണ്ണമായും നമ്മൾ സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസണിലേക്ക് തന്നെ മാറും. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ലെസനെ കുറിച്ച് ഇനി പറയുന്നില്ല, കാരണം നമ്മൾ പരിപൂർണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസണിലേക്ക്. എന്താണ് സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസൺ? നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു പാറ്റേൺ ആണത്. അതിനകത്ത് 3 മോഡുകളുണ്ട്. സ്റ്റഡി മോഡ്, അതുപോലെ തന്നെ റിവിഷൻ മോഡ്, എക്സാം മോഡ്. ആദ്യം ഒന്ന് പഠിക്കുന്നവർക്ക് സ്റ്റഡി മോഡ് ഉപയോഗിക്കാം.
വളരെ കളർഫുൾ ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു നോട്ടായിരിക്കും അതിലുണ്ടാവുക. എല്ലാ പോയിന്റുകളും അതിനകത്തുണ്ടാവും. റിവിഷൻ ചെയ്യാൻ ഏറ്റവും ബെറ്ററാണ് PSC ട്രാപ്പുകൾ, അതുപോലെ മെമ്മറി ടിപ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഫോർമുലകൾ, ഇതൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്റ്റഡി മോഡിലൂടെ കഴിയും. അത് കഴിഞ്ഞ് റിവിഷൻ മോഡാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞതിന് പ്രസക്തി. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഫ്ലാഷ് കാർഡുകളിലൂടെ നിങ്ങളെ പഠിപ്പിക്കും, മൈൻഡ് മാപ്പിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ BTech ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽ സെഷൻ പ്രത്യേകമുണ്ട്, അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രത്യേകമുണ്ട്. അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഓക്കെ, അതൊക്കെ നമുക്ക് നല്ല മെമ്മറി കൂട്ടാനായിട്ട് ഉപകരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യണ്ടേ, അതിനാണ് എക്സാം മോഡിലേക്ക് പോകുന്നത്. അതിലേക്ക് പോകുമ്പോൾ 10 വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. തെറ്റിയ ചോദ്യങ്ങളൊക്കെ പിന്നെയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. നമ്മുടെ വീക്ക് സോൺ അത് കണ്ടെത്തും, അത് നമ്മളെ പഠിപ്പിച്ചിരിക്കും. തീർച്ചയായിട്ടും ഈ സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസൺ കഴിയുന്നതോടുകൂടെ തന്നെ നിങ്ങൾ ഒരു ഹൈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും നിങ്ങളുടെ കോൺഫിഡൻസ്. ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു, മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസണിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസൺ. അനുഭവിക്കുക. തൊട്ട് താഴെയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. മറ്റൊരു ഫീച്ചറാണ് മലയാളം ഓഡിയോ ലെസൺ. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചുകൊണ്ടിരിക്കുക. മലയാളത്തിലെ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്താണ് എന്ന് വിശദമായിട്ട് അത് പറഞ്ഞു തരും ഒരു പോഡ്കാസ്റ്റിംഗ് രീതിയിൽ. നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ പോയിന്റുകൾ മുഴുവൻ കയറ്റി വിടുന്ന ഒരു പ്രോസസ്സാണ് ഏതിലൂടെ ചെയ്യുന്നത്, മലയാളം ഓഡിയോ ലെസണിലൂടെ ചെയ്യുന്നത്. ശാന്തമായിട്ടിരിക്കുക, കേൾക്കുക, വേറെ ഒരു എഫർട്ടും നിങ്ങൾക്കില്ല എന്നുള്ളത് തന്നെയാണ്. സൈലൻ്റായിട്ട് അത് നിങ്ങളെ പഠിപ്പിക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ പ്രാക്ടീസ് ക്വിസ് വേറെ പ്രത്യേകമായിട്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തവണ അറ്റൻഡ് ചെയ്യുമ്പോൾ 10 ക്വസ്റ്റിനെ വരില്ല. 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഒന്നിച്ചിരുന്ന് ചെയ്യില്ല, ബോറടിക്കും എന്നുള്ളത് കൊണ്ടാണ് 10 ക്വസ്റ്റിന് നിർത്തിയിരിക്കുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്കോർ അറിയാം, ലീഡർ ബോർഡ് അറിയാം, A തൊട്ട് F വരെയുള്ള അതിൽ ഗ്രേഡ് നമുക്ക് കിട്ടും. ഗ്രേഡ് എപ്പോഴും ഓവറോൾ ഗ്രേഡ് ആയിരിക്കും ഒരു കോഴ്സിൽ ഉണ്ടാവുക, ആവറേജ് ആയിരിക്കും, ആവറേജ് ചെയ്യപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. A തൊട്ട് F വരെ ഉണ്ട് നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്ക് എപ്പോഴും A ഗ്രേഡ് ഉണ്ടാവണം. A ഗ്രേഡ് കിട്ടാതെ ഒരു ചാപ്റ്ററിൽ നിന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് പോകരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. നിർബന്ധിക്കുകയല്ല, പക്ഷെ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവണം. A ഗ്രേഡ് ഇല്ലേ, അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ പോവില്ല എന്ന് തന്നെ തീരുമാനിക്കുക. അവിടെയാണ് സൂക്ഷ്മത. അത് അടിപൊളിയായി നമ്മൾ പഠിച്ചെടുക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം A ഗ്രേഡ് വേണം. ആ ഒരു നിലവിൽ ആ രീതിയിൽ നമ്മളത് പഠിച്ചിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ MCQ പ്രാക്ടീസ് ചെയ്യാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനു പോകരുത്, എക്സാമുകൾക്ക് പോകരുത്. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ എസെർഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽസ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. BTech ലെവലാണെങ്കിൽ പറയണ്ട, പ്രത്യേകമായിട്ട് റാങ്ക് ബൂസ്റ്റിംഗ് കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ അതിനകത്ത് പ്രത്യേകം ചേർത്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഐറ്റംസ് നമ്മൾ BTech ലെവലിൽ ചേർത്തിട്ടുണ്ട്. കാരണം അത് ലെവൽ കൂടിയതാണ്. ആ ലെവലിലേക്ക് BTechകാരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. മറ്റൊരു കാര്യമുണ്ട്, BTech ലെവലിൻ്റെ കോഴ്സ് എടുക്കുന്നവർക്ക് എല്ലാം കിട്ടും കേട്ടോ. ഡിപ്ലോമയുടെയും കിട്ടും, ITIയുടെയും കിട്ടും. സർവേ കിട്ടില്ല, ഡിപ്ലോമ, ITI, KWA ഇതൊക്കെ കിട്ടും. ഡിപ്ലോമ എടുക്കുന്നവർക്ക് ഡിപ്ലോമ കിട്ടും, ITI കിട്ടും, KWA കിട്ടും. ITI എടുക്കുന്നവർക്ക് ITI കോഴ്സ് മാത്രമല്ല ഏതും കൂടെ കിട്ടും, KWA കിട്ടും. ഇനി ഫീസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഏറ്റവും സാധാരണക്കാർക്ക് പോലും പഠിക്കാൻ ആകണം എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ITI ലെവൽ കോഴ്സും സർവേ ലെവൽ കോഴ്സും 1800 രൂപ മാത്രം. അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ 2000 രൂപ മാത്രം. BTech ലെവൽ എന്ന് പറഞ്ഞാൽ 2500 രൂപ മാത്രം. ഒന്ന് ആലോചിക്കുക, മന്ത്ലിയാണ് പറയുന്നത്. BTech ലെവൽ എടുക്കുകയാണെങ്കിൽ BTech മാത്രമല്ല, ഡിപ്ലോമയുടെയും കിട്ടും, ITIയുടെയും കിട്ടും, KWAയുടെയും കിട്ടും. ഒക്കെ എല്ലാറ്റിനും കൂടെ 2500 രൂപ മാത്രം പേ ചെയ്താൽ മതിയാകും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സാധാരണക്കാർക്ക് പോലും പഠിക്കാൻ ഇനി കഴിയണം. ഇനി വൺ ടൈം ഒരു വർഷം ദീർഘകാലം പഠിക്കേണ്ടവർക്ക് അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഫീ ഇതിനേക്കാൾ കുറയും. ITI ലെവൽ കോഴ്സുകൾക്ക് 15000 രൂപയും ഡിപ്ലോമ ലെവൽ കോഴ്സിന് 17000 രൂപയും BTech ലെവൽ കോഴ്സിന് 20000 രൂപയുമാണ് നമ്മളിപ്പോൾ നിജപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഫീയുടെ കാര്യത്തിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെ ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും പഠിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളെ ഡെമോ കോഴ്സിലേക്ക് നിങ്ങളെ യാത്രയാക്കുകയാണ്. ഒപ്പം നമ്മുടെ കൂടെ തന്നെ നിങ്ങളും ഉണ്ടാകണം. തീർച്ചയായിട്ടും നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ചും സ്മാർട്ട് ഇൻ്ററാക്റ്റീവ് ലെസൺ, അതുപോലെ തന്നെ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഓഡിയോ മലയാളം ലെസൺ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് മാത്രമേ നിങ്ങൾ പറയൂ എന്നെനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും, വിലയേറിയ നിർദ്ദേശങ്ങൾക്കും ഞാൻ കാതോർത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ വിളിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ എല്ലാവർക്കും ഇനി വരാവുന്ന എക്സാമുകളിലേക്ക് ഏറ്റവും മികച്ച വിജയം ആശംസിക്കുകയാണ്. അത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കായാലും റിവിഷൻ ചെയ്യുന്നവർക്കായാലും എങ്ങനെയുള്ളവർക്ക് പോലും ഒരുപോലെ സൂട്ടബിൾ ആകുന്ന
ഏറ്റവും മികച്ച 4 കോഴ്സുകൾ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. താങ്ക് യു.